ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ ഇൻഷുറൻസ് മേഖല വളരെ സമഗ്രമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് വിധേയമാകാൻ പോവുകയാണ്. ഗവൺമെൻറ് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പോൾ നിലവിലുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ക്യാപ്പ് 74% ആണ്. എന്ന് പറഞ്ഞാൽ വിദേശ നിക്ഷേപകർക്ക് 74% മാത്രം ഒരു ഷെയർ ഹോൾഡിംഗ് റൈറ്റ് ഉള്ളൂ ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് മാറ്റി അത് പൂർണ്ണമായിട്ടും 100% അപ്പം വിദേശ നിക്ഷേപകർക്ക് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് കമ്പനികളോടൊക്കെ അവരുടെ ഉടമസ്ഥതയിൽ അവർക്ക് ഓൺ ചെയ്ത് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനും സാധിക്കും. അത് വളരെ കോംപ്രഹെൻസീവ് എന്ന് പറയാൻ പറ്റുന്ന സ്ട്രക്ചറൽ റിഫോംസ് ആണ് ഈ സെക്ടറിൽ ഇനി നടക്കാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് വൻതോതിലുള്ള ഫോറിൻ ക്യാപിറ്റൽ, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നതോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട കസ്റ്റമർ സർവീസ് ഇൻഷുറൻസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിലെല്ലാം ഉണ്ടാകുവാൻ സാധ്യത വഴിതെളിക്കുന്ന രീതിയിലുള്ളൊരു നിയമമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നതും അത് പ്രാബല്യത്തിൽ വരാൻ പോകുന്നതും. ഇനി ഒരൊറ്റ ലൈസൻസ് കൊണ്ട് നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, മറ്റ് ഈ ലൈഫും ഹെൽത്തും അല്ലാത്ത മറ്റ് മേഖലകളിലൊക്കെ. അപ്പോൾ ഇതിനെല്ലാം ഒരു ലൈസൻസിന് കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കമ്പനികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരൊറ്റ ലൈസൻസ് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഏത് ഇൻഷുറൻസ് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് പദ്ധതി വേണമെങ്കിലും അവർക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിന് വഴിതെളിക്കുന്ന സമൂലമായിട്ടുള്ള ഒരു മാറ്റം ആണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നു. 100% വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ വളരെ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. കൂടുതൽ വിദേശ നിക്ഷേപം വരും. വിദേശ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് നമുക്കറിയാം വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങളിലെയൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യലായിട്ടുള്ള കമ്പനികൾക്ക് ഈ ഇൻഷുറൻസ് മേഖലയിൽ നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും. അതായത് ലിബറലൈസ് ചെയ്യുകയാണ്, ഉദാരവൽക്കരിക്കുകയാണ്. നമുക്കറിയാം ഈ റിഫോം അല്ലെങ്കിൽ പരിഷ്കാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിലവിലുള്ള ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള കർശനമായിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ ചട്ടങ്ങളും ഒക്കെ ലഘൂകരിക്കുക, സിംപ്ലിഫൈ ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ ഈ പറഞ്ഞ ബിസിനസ് ചെയ്യുവാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം 74%-ത്തിൽ നിന്ന് 100%-ത്തിലേക്ക് ഉയർത്തുകയാണ് FDI. ഇപ്പോൾ 74%-മാണ് ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ വിദേശ നിക്ഷേപകർക്ക് 74% വരെ ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ അത് 100% ആ പരിധി ഉയർത്തിയതോടുകൂടി ഒരു വിദേശ കമ്പനിക്ക് പൂർണ്ണമായിട്ടും അവർക്കിവിടെ ഒരു ഇൻഷുറൻസ് കമ്പനി ഓൺ ചെയ്യാൻ സാധിക്കും. അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നേരത്തെ 74%ആയിരുന്നു അതിൻ്റെ ക്യാപ്പ്. ഇപ്പോൾ പുതിയതായിട്ടുള്ള നിയമം അവർ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതോടുകൂടി 74 എന്നുള്ളത് 100% ആക്കുകയാണ്. ഏകദേശം 82,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം ഈ മേഖലയിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ആഗോള മൂലധനം, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അത്യാവശ്യം അത് തന്നെയാണ്. മനസ്സിലായല്ലോ, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എല്ലാ മേഖലകളിലും. പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വളരെ അത്യാവശ്യം. അപ്പോൾ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ബാങ്കിങ്ങും ഇൻഷുറൻസും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ്ങും ഇൻഷുറൻസും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറാണ് ഒരു രാജ്യത്തിൻ്റെ ഏതൊരു രാജ്യത്തിൻ്റെയും എക്കോണമിയുടെ ഒരു പില്ലാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെക്ടറിൽ തന്നെ റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പം എന്തൊക്കെയായാലും ജനങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിൻ്റെ ആയാലും സർവീസിൻ്റെ ആയാലും ചോയ്സ് ഉണ്ടാകണം. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള സർവീസ് ഉണ്ടാകണം, ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാകണം. അതുപോലെ തന്നെ ഇപ്പം പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും നമുക്ക് നല്ല ബെറ്റർ സർവീസസ് ഉണ്ടാകണം. അപ്പം നമ്മളൊരു ബാങ്കിൽ പോകുമ്പോൾ നമുക്ക് ബെറ്റർ സർവീസ് ലഭിക്കണമെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള സർവീസ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമുക്കറിയാം ഇപ്പോഴും നമ്മളൊരു മെച്ചുറായിട്ടുള്ളൊരു മാർക്കറ്റ് ആയി മാറിയിട്ടില്ല. കാരണം പല ബാങ്കുകളിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന
സ്വീകാര്യത അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫഷണലിസം ഒക്കെ ഇപ്പോഴും വളരെ പരിതാപകരമാണ് എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. എന്നിരുന്നാലും മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും നമ്മുടെ രാജ്യത്തും. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പരിഷ്കാരങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ കോമ്പറ്റീഷന് വേണ്ടി ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സെക്ടേഴ്സ് എല്ലാം തന്നെ, പ്രത്യേകിച്ച് സർവീസ് മേഖലകളെല്ലാം തന്നെ. ഇപ്പോൾ ഉൽപ്പന്നങ്ങളായാലും അതിനും ഒരു സർവീസ് സൈഡുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വഴിതെളിക്കണമെങ്കിൽ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ റിഫോംസ് നടത്തുകയും അതിന് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷന് വഴിതെളിക്കുകയും ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് അത് വഴിയൊരുക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ പറഞ്ഞ ഇൻഷുറൻസ് സെക്ടറിൽ, ബാങ്കിങ് സെക്ടറൊക്കെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് റിഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എണ്ണം കുറച്ച് ഏകദേശം നിലവിലുള്ള 12 ബാങ്കുകളെ 3 പബ്ലിക് സെക്ടർ ബാങ്കുകളാക്കി മാറ്റുകയാണ് ഗവൺമെൻറ് തീരുമാനം. അത് താമസിയാതെ തന്നെ അത് ഒരുപക്ഷെ അടുത്ത ഈ പറഞ്ഞ ഫിസിക്കൽ ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന കഴിഞ്ഞ് ചിലപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുപക്ഷെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഗവൺമെൻറ് ഏഹ്, ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 പബ്ലിക് സെക്ടറുകളെ നിലനിർത്തി ലോകത്തിലെ ഗ്ലോബൽ ബാങ്കിങ്ങിൻ്റെ ടോപ്പ് ലിസ്റ്റിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പബ്ലിക് സെക്ടറുകളുടെ എണ്ണം കുറച്ച് 12ൽ നിന്നും 3 ബാങ്കുകളാക്കി അതിനെ കുറയ്ക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പിന്നെ കാത്തോലിക് സിറിയൻ ബാങ്ക് ആണെന്ന് തോന്നുന്നു. ഈ 3 ബാങ്കായിട്ട് കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ ബാങ്കിങ് സെക്ടറിൽ ഇതുപോലുള്ള റിഫോംസ് നടക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്ടറിലും, ബാങ്കിൻ്റെ പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ തന്നെ ഒത്തിരി വിദേശ നിക്ഷേപങ്ങളും വിദേശ ബാങ്കുകളും ഒക്കെ തന്നെ നിലവിലുള്ള ബാങ്കുകളിലൊക്കെ തന്നെ കൂടുതൽ അവരുടെ സ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് ഒക്കെ ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ റിഫോംസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് സെക്ടറിലും ഈ പറഞ്ഞ റിഫോംസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ മൂലധനം ഇന്ത്യയിലേക്ക് വരുന്നത് നമുക്കറിയാം, മത്സരം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ മത്സരം വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, സർവീസുകൾ, ഉൽപ്പന്നം മീൻസ് ഇൻഷുറൻസ് സർവീസസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രോഡക്ട്സ് എന്നൊക്കെ നമ്മൾ പറയാം. ഇപ്പോൾ ബാങ്കിങ് പ്രോഡക്ട്സ് നമ്മൾ പറയുന്ന പോലെ തന്നെ അത് പ്രോഡക്റ്റ് അല്ല, സർവീസിൻ്റെ ഫോമിലാണെങ്കിൽ തന്നെയും ഇപ്പം ഇൻഷുറൻസ് പ്രോഡക്ട്സ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഇൻഷുറൻസ് പ്രോഡക്ട്സ് ലഭിക്കും, ബെറ്റർ സർവീസസ് ലഭ്യമാകും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ്, അല്ലെങ്കിൽ മുന്നോടിയായിട്ടുള്ള അതിലേക്ക് വഴിതെളിക്കുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഈ ഇൻഷുറൻസ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2025 നാളെ തിങ്കളാഴ്ച പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ലോസ് അമെൻമെൻറ്റ് ബില്ല് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലുള്ള കുറേ നിയമങ്ങളുണ്ട്. അതായത് നമ്മളുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് 1956, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 99, ഇതൊക്കെ ലേറ്റസ്റ്റ് നമ്മൾ ഈ നമ്മുടെ എക്കോണമി റിഫോം ചെയ്തതിന് ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള നിയമങ്ങളാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി, അതായത് ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട ആക്ട് 99, അതുപോലെ തന്നെ ഇൻഷുറൻസ് ആക്ട് 1938, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള നിയമമാണത്. അപ്പോൾ ഇതിനെയൊക്കെ അമെൻഡ് ചെയ്ത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സിംഗിൾ ലെജിസ്ലേഷൻ ആക്കാനുള്ള പരിപാടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വൻ മാറ്റത്തിന് വഴിതെളിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 74% നിന്നും 100%ലേക്ക് FDIയുടെ പരിധി ഉയർത്തുകയാണ്. അപ്പോൾ ബഹിരാഷ്ട്ര കമ്പനികൾക്ക്, പ്രത്യേകിച്ച് ഫോറിൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഫോറിൻ കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനികളിൽ പൂർണ്ണ ഉടമസ്ഥാവകാശം. ഇന്ത്യൻ കമ്പനികളിൽ പൂർണ്ണ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും പൂർണ്ണ ഉടമസ്ഥാവസ്ഥയിലുള്ള അവകാശമുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഇവിടെ തുടങ്ങുവാൻ വേണ്ടി അത് വഴിതെളിക്കുകയാണ്, അതിനുള്ള സാധ്യത തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ അതിനുള്ള അവസരം ഇപ്പം ഈ ഒരു പരിഷ്കാരത്തിലൂടെ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ കോമ്പോസിറ്റ് ലൈസൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒറ്റ ലൈസൻസിൻ്റെ കീഴിൽ അവർക്ക് ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെ ഒന്നിലധികം ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കമ്പനികൾക്ക് കഴിയും. ഇതിന് നമുക്ക് അങ്ങനെ കഴിയത്തില്ല. ഇപ്പം നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഉള്ള കമ്പനികൾക്ക് ലൈഫ് ഇൻഷുറൻസ് മാത്രം, ജനറൽ ഇൻഷുറൻസ് ഉള്ളത്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ അവർക്ക് സെപ്പറേറ്റ് ഉള്ള ലൈസൻസ് ഉള്ള, അങ്ങനെ ആ ഒരു പ്രത്യേക സെക്ടറിൽ മാത്രമേ
അവർക്ക്, അല്ലെങ്കിൽ ഡിവിഷനിൽ മാത്രമേ അവർക്ക് ഇൻഷുറൻസിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം LIC എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈഫ് ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ, മറ്റേ ജനറൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾക്ക്, ഇൻഷുറൻസ് കമ്പനികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ മാത്രം പിന്നെ വ്യാപരിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ ലൈസൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പം പുതിയ ഈ നിയമം വരുന്നതോടുകൂടി കോമ്പോസിറ്റ് ലൈസൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ലൈസൻസ് വെച്ചിട്ട് ലൈഫ് ഇൻഷുറൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് വേണമെങ്കിൽ അവർക്ക് ഉൽപ്പന്നങ്ങൾ അവർക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള അനുവാദം ലഭിക്കും. അതുപോലെ തന്നെ കുറഞ്ഞ പെയ്ഡപ്പ് ക്യാപിറ്റൽ പുതിയ കമ്പനികൾക്ക് വിപണിയിൽ പ്രവേശിക്കാൻ ഇത് എളുപ്പമാകും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ക്യാപ്പ് എടുത്ത് മാറ്റും. അതിൻ്റെ ക്യാപ്പിൻ്റെ ലിമിറ്റ് എനിക്കറിയത്തില്ല. പക്ഷേ പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ അളവ് കുറയ്ക്കുന്നതോടുകൂടി പുതിയ കമ്പനികൾക്ക് യഥേഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല, പുതിയ കമ്പനികൾക്ക് ഈസി ആയിട്ട്, എന്ന് വെച്ചാൽ അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് തുല്യമായിട്ടുള്ളൊരു റിഫോമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണമാണ് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന മിനിമം ഈ പറഞ്ഞ വിദേശ കമ്പനികൾക്ക് 100 കോടി രൂപയെങ്കിലും പെയ്ഡപ്പ് ക്യാപിറ്റൽ ഉണ്ടാകണം എന്നുള്ളൊരു ഏം, വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഗവൺമെൻറ് കുറയ്ക്കും തീർച്ചയായിട്ടും. 75 കോടി മതി എന്നുള്ളൊരു വ്യവസ്ഥ ഗവൺമെൻറ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കമ്പനികൾക്ക് അത് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് കൊണ്ട് കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതിന് വഴിയൊരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ LIC ബോർഡിന് കൂടുതൽ അധികാരം കൊടുക്കും. അവർക്ക് കൂടുതൽ ഓട്ടോണമി നൽകുന്നതായിരിക്കും. ബ്രാഞ്ചുകൾ തുറക്കുന്ന കാര്യത്തിൽ, ജീവനക്കാരെ നിയമിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ അവരുടെ ഓപ്പറേഷണൽ പിന്നെ ഫ്രീഡം, കൂടുതൽ അധികാരം ആ ഒരു മേഖലയിലൊക്കെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് കൂടുതൽ അധികാരം ലഭിക്കും. കാരണം ഒന്നുകൂടെ ഓപ്പൺ അപ്പ് ചെയ്യണം ഗവൺമെൻറ് തന്നെ. എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള റെസ്ട്രിക്ഷൻസിനെ കൂടുതൽ എന്താണ് പറയുക, ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അത് റിഫോംസിൻ്റെയൊക്കെ ഒരു ആ, പരിഷ്കാരത്തിൻ്റെ ഒരു ആ, രീതിയാണ്, അല്ലെങ്കിൽ പരിഷ്കാരത്തിന് വാതിൽ തുറക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ഇൻഷുറൻസ് നിയമം 38-ലെ, അതുപോലെ 99-ലെ IRDA നിയമം, ലൈഫ് ഇൻഷുറൻസിൻ്റെ നിയമം, ഇതെല്ലാം കൂടെ അമെൻഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ ലെജിസ്ലേഷൻ, അല്ലെങ്കിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു സമഗ്രമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തിങ്കളാഴ്ച തന്നെ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നടപ്പ് സമ്മേളനത്തിൽ തന്നെ, പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിച്ച് അതിനെ പാസ്സാക്കിയെടുത്ത് നിയമമാക്കി മാറ്റുവാനാണ് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പരിഷ്കാരങ്ങൾ, റിഫോംസ് വരികയാണെങ്കിൽ പോളിസി ഉടമകൾക്ക്, അതായത് കൺസ്യൂമേഴ്സിന്, നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകണമെന്ന്, അതുപോലെ തന്നെ ക്ലെയിമുകളുടെയൊക്കെ തീർപ്പാക്കൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുവാനും. കാരണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഏതിനും ഡിലേ ആണല്ലോ ഉള്ളത്. അവിടെ ഡിലേ ഡിലേ ഡിലേ, എന്തും കാലതാമസം എടുത്താണല്ലോ ഇവിടെ സംഭവിക്കുന്നുള്ളത്, ഏത് കാര്യത്തിലും. അപ്പം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾക്ക് ഇന്ത്യ ഇനിയും എന്താ പറയുന്നത്, വിധേയമാകേണ്ടതുണ്ട്. കാരണം ഒരു എക്കോണമിയുടെ, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ആയാലും സർവീസിൻ്റെ ആയാലും ഒക്കെ തന്നെ ഡെലിവറി, ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിർവഹിക്കാൻ സാധ്യമാകുന്ന ഒരു സംവിധാനം, ഒരു ഇക്കണോമിക് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഈ ഗ്രോത്ത്, സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ. അല്ല കുറേ ക്യാപിറ്റൽ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടോ, കുറേ ഇവിടെ ടെക്നോളജി ഉണ്ടെന്ന്, അല്ലെങ്കിൽ ടെക്നോളജി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ടോട്ടൽ ഈ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും ഒക്കെയുള്ള കൾച്ചറൂടെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് പിന്നെ പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ ഏത് തരത്തിലുള്ള കംപ്ലയിൻസും അല്ലെങ്കിൽ പ്രശ്നങ്ങളെയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ളൊരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, പ്രൊഫഷണൽ ബിഹേവിയർ, അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ഓർഗനൈസേഷണൽ സിസ്റ്റം ഒക്കെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ രാജ്യത്തുടനീളം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, കാരണം ബിസിനസ് അറ്റ് ദ റേറ്റ് ഓഫ് സ്പീഡ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇന്നത്തെ ലോകത്ത് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്പീഡ് നമുക്ക് എല്ലാ മേഖലയിലും, ചെറുതും വലുതായിട്ടുള്ള എല്ലാ തലത്തിലും നമുക്ക് ആ സ്പീഡ് ലഭിച്ചാൽ മാത്രമേ, എന്നുവെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സ്പീഡ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള
പുരോഗതി വളരെ ദ്രുതഗതിയിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ. ഏത് രാജ്യത്തിൻ്റെ സമ്പദ് മേഖല വളർന്നിട്ടുണ്ടോ ആ രാജ്യങ്ങളെല്ലാം തന്നെ ഇതുപോലുള്ള അടിസ്ഥാന പിന്നെ എന്താ പറയുന്നത് ഏഹ് ഘടകങ്ങളിൽ കൂടെ അടിസ്ഥാന ഘടകങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അവർക്കെല്ലാം വളർച്ച ഉണ്ടായിട്ടുള്ളതും. അത് തന്നെ എവിടെല്ലാം സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ സ്ലോ ഗ്രോത്ത് ഉണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച ഒരു സ്ലോ പ്രോസസ് ആണെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം ഇതുപോലുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങളുടെ അഭാവങ്ങളുമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മെച്ചപ്പെട്ട കൺസ്റ്റമർ സർവീസ്, അതുപോലെ തന്നെ പോളിസി ക്ലെയിമിൻ്റെ ഈ തീർപ്പാക്കൽ, ഇതൊക്കെ സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. കാരണം ടെക്നോളജി അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള കോർപ്പറേഷൻസും ഒക്കെ തന്നെ ഇങ്ങനൊരു കൾച്ചറിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സിസ്റ്റത്തിലേക്ക് വരേണ്ടതിൻ്റെ വളരെ വലിയൊരു അത്യാവശ്യം ഇന്ത്യയിൽ ഇന്ന് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വഴിതെളിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് പക്ഷേ ഈ നിയമം പരിഷ്കരിക്കുന്നതോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വഴിതെളിക്കും, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ് ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ ഈ സെക്ടറിലേക്ക് വരുമ്പോൾ മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയല്ല, മത്സരം ഉണ്ടാകും. മത്സരം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ബെറ്റർ ആയിട്ടുള്ള സർവീസ്, ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇല്ലേ, മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ തന്നെ സഹായിക്കും. അത് എല്ലാ സെക്ടറിലും അങ്ങനെയാണല്ലോ. കാരണം നമുക്ക് പണ്ട് ഈ അംബാസഡറും പ്രീമിയർ പത്നിയുള്ള സമയത്തൊന്ന് മാറി, പിന്നെ മാരുതി സുസുക്കി വന്നു. പിന്നെ അതിനുശേഷം നമ്മളുടെ സമ്പദ് വ്യവസ്ഥ ഓപ്പണപ്പ് ആയതിനു ശേഷം ഒട്ടനവധി ഓട്ടോമൊബൈൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സെക്ടറാണ് ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആൾക്കാർക്ക് പിന്നെ ലോഡ് ഓഫ് ചോയ്സസ് ഉണ്ടല്ലേ, നമുക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ ഓരോ കസ്റ്റമറിനും അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് സെലക്ട് ചെയ്യാനുള്ള കസ്റ്റമർ ചോയ്സ് ഉണ്ട്. അപ്പം ഓട്ടോമൊബൈൽ കമ്പനീസൊക്കെ തന്നെ അവരുടെ പ്രോഡക്ട്സ് മെച്ചപ്പെടുത്തുകയും ഈ പറഞ്ഞ കസ്റ്റമർ സർവീസൊക്കെ തന്നെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് തീർച്ചയായിട്ടും ഈ സെക്ടറിൽ അവർക്ക് കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ എല്ലാ മേഖലകളിലും ഇതുപോലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ നിയമം മൂലം, നിയമത്തിൽ കൂടെ അതിന് വഴിതെളിക്കണം. അതിനുശേഷം ആ സെക്ടറിൽ ഫങ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സെക്ടറിലുള്ള ഈ പറഞ്ഞ ബിസിനസ് സ്ഥാപനങ്ങളും തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഈ പറഞ്ഞ മെച്ചപ്പെട്ട രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ട്, ഇൻഷുറൻസ് ഫോർ ഓൾ ബൈ 2047 എന്ന് വെച്ചാൽ 2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ 100 വർഷം തികയ്ക്കും സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ. അപ്പോൾ ആ വർഷത്തിൽ ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും ഇൻഷുറൻസ് എന്നുള്ളൊരു പോളിസി അല്ലെങ്കിൽ ഒരു വിഷൻ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതിലേക്ക് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ സെക്ടറിൽ നമുക്ക് വൻതോതിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികളും ഒക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഈ റിഫോമിന് തയ്യാറായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പരിഷ്കാരങ്ങൾക്ക് തയ്യാറായിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഫോർ ഓൾ, അല്ലെങ്കിൽ എല്ലാവർക്കും 2047 ഇൻഷുറൻസ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ചുവടുവയ്പ്പായിട്ടാണ് ഈ ഒരു റിഫോമിനെ നമുക്കിപ്പോൾ പൊതുവെ വിലയിരുത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥയിൽ എന്തുവരും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, ഇൻഷുറൻസ് സെക്ടറിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതുപോലെ എല്ലാ സെക്ടറിലും ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള, എന്നുവെച്ചാൽ ഇതെല്ലാം നമ്മൾ എപ്പോഴും പറയാറുള്ളത് തന്നെ ഈ നിയമത്തിൻ്റെ പ്രാബല്യം, നിയമത്തിൻ്റെ ബലം ഉണ്ടാകണം. കാരണം ഈ എത്ര സാമ്പത്തിക പരിഷ്കാരങ്ങൾ പരിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻസിന് അവർക്ക് തോന്നിയ മാതിരി ആക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ മാനിച്ച്, രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ മാനിച്ച് അവർക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ, ലീഗലായിട്ട് കൃത്യമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും സാമ്പത്തിക രംഗത്തിന് വളർച്ച ഉണ്ടാക്കുകയും
ചെയ്യണം. അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ നമ്മൾ ചുവടുവെപ്പ് വെക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റിഫോമിനെ നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം മാറ്റി പരിഷ്കരിച്ച് 74% നിന്ന് 100%ത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു പരിഷ്കാരത്തിന് അല്ലെങ്കിൽ ഈ റിഫോം, ഇൻഷുറൻസ് സെക്ടർ റിഫോമിന് ഗവൺമെൻറ് തയ്യാറാവുകയാണ്. അപ്പം അത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന് അവർ ഈ ബില്ല് അവതരിപ്പിച്ച് അതിനെ ആക്ട് നിയമമാക്കി മാറ്റും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.